കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് പുറത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കൈക്ക് തന്നെ മറ്റേ കരം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് ലഹരിച്ച് നിന്റെ ഉപകാരമാക്കുന്നതിന് മേലിൽ കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകുക, നിന്നെ നിർബന്ധിക്കുന്നതിലൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക, വാങ്ങിക്കാൻ വാങ്ങാൻ ഇഷ്ടമെന്ന് ഒഴിഞ്ഞു മാറരുത്. കർത്താവിന്റെ സുവിശേഷം. എന്താണ്? കൊച്ചിന്റെ കയ്യിൽ എത്ര പേനയുണ്ട്? ഈ കൊച്ചിന്റെ കയ്യിൽ എത്ര പേനെന്ന് അറിയാൻ നോക്കുക. ഒന്നുമില്ല. 3 കൊടുത്ത് ഒരു കൈയടി കൊടുത്ത്. ഈ കൊച്ചിന്റെ ആദ്യ ചോക്ലേറ്റ് ഉണ്ടാ കയ്യിൽ എത്ര ഉണ്ട്? 1 ഉണ്ട്. ഒരു കൈയടി കൊടുത്ത്. ഇങ്ങനെയുള്ള നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഒരു സാധനം കിട്ടുമ്പോഴത്തേക്കും അത് പങ്കുവയ്ക്കാൻ പഠിക്കണം. ആ പങ്കുവയ്ക്കുന്നത് സാധനം മാത്രമല്ല, സ്നേഹം പങ്കുവയ്ക്കണം, നന്മകൾ പങ്കുവയ്ക്കണം, പരസ്പരം പഠിക്കുവാൻ സഹായിക്കണം, പരസ്പരം കൂട്ടുകൂടാൻ സാധിക്കണം. തന്നെ പിടിക്കാൻ ഞാൻ പറയുന്നില്ല, കൂട്ടുകൂടുക. നമ്മുടെ കുടുംബങ്ങളിൽ എന്നും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഉറവിടമായി നിന്ന് സത്യമായും പരിശുദ്ധനാകുന്നു. ആദ്യ മരണം പോലെ ഈ കാണിക്കകൾ പവിത്രമാകണമേ. അങ്ങനെ ഞങ്ങൾക്കായി വീട് കർത്താവായ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നിന്ന് ഒറ്റപ്പെടുത്ത സമരസായ വിടകൾ സഹിച്ചപ്പോൾ അപമെടുത്ത് കൃത്യത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുകയും എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിത്രപ്രധാനിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ സമാധാനം നൽകാൻ പോവുകയാണ്. നിങ്ങൾ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും പുറകിലും ഫ്രണ്ടിലും എല്ലാവർക്കും സമാധാനം കൊടുക്കും കേട്ടോ. സൈഡ് മാത്രമല്ല, പുറകിലും ഫ്രണ്ടിലും. നമുക്ക് കർത്താവിന്റെ സമാധാനം നമുക്ക് പരസ്പരം ആശംസിക്കാം. പിതാവിന്റെ കുഞ്ഞാട് തലമുറയിലെ പാപം നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാൻ.